റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. റിലേഷൻ എന്ന് പറയുന്നത് എന്താ? സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആണ്. പിന്നെ എന്താണ്? രണ്ട് സെറ്റുകൾ ഉണ്ടെങ്കിൽ എന്താണ് ഈ ഒരു സെറ്റിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള റിലേഷൻ മാപ്പിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയണം? റിലേഷൻ എന്ന് പറയണത് അല്ലെ. ഇനി റിലേഷൻ എന്ന് പറയണത് സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? എ ക്രോസ് എ എന്ന് പറയുന്നത്. പിന്നെ റിലേഷൻ റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ റിലേഷന് ഇക്വലന്റ് റിലേഷൻ എന്ന് പറയും. പിന്നെ അത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും അതിന്ന്. ചെക്ക് വെദർ ദ ഗിവൻ റിലേഷൻ ഈസ് എന്താണ്? ഇക്വലന്റ് റിലേഷൻ എന്ന് ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫങ്ഷൻസ് പറയണം. അപ്പൊ ഇതിന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ചെയ്യാം. ഡിറ്റർമൈൻ ഈച്ച് ഓഫ് ദ റിലേഷൻ ഈസ് ഇക്വലന്റ് റിലേഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ കേട്ടോ. ദാറ്റ് A is equal to ക്വസ്റ്റ്യൻ എഴുതണ്ട 1 2 etc. to 40 defined as R is equal to set a full ordered pair x comma y given that 3x minus y equal to 0. അപ്പൊ ഗിവൻ റിലേഷൻ ആദ്യം സെറ്റ് ഡിഫൈൻ ചെയ്യാം, എന്നിട്ട് റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാം. ചെയ്യാലോ. ക്വസ്റ്റ്യൻ കൂടി വരണം. ഞാൻ നേരത്തെ വഴിയില് ഓട്ടോയിലൊരു ഫോറിനർ ഒരു എവിടെ ഗ്യാസ്യൂസിന്റെ കട എവിടെ അവരുടെ സംസാരം പറഞ്ഞു. എത്ര നേരം പറഞ്ഞു കൊടുത്തത്? എഴുതാൻ മടിയാവുന്നു. എന്നാ നീ ഇവിടെ ഒന്ന് ചെയ്യാമല്ലോ. ഗിവൻ റിലേഷൻ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അപ്പൊ ഇവൻ സോൾവ് ചെയ്യാലോ. ഗിവൻ റിലേഷൻ ഈക്വലന്റ് റിലേഷൻ നിങ്ങൾ ബുക്കിൽ ചെയ്താൽ മതി. ഈക്വലന്റ് റിലേഷൻ ആണെന്ന് കാണിക്കണം. എന്ത് ചെയ്യണം? സിമെട്രിക് ആണെന്ന് കാണിക്കണം. പിന്നെന്താ? റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഒരെണ്ണം ക്വസ്റ്റ്യൻ. ആദ്യം റിലേഷൻ ഡിഫൈൻ ചെയ്യുക. അതായത് എയുടെ സെറ്റിന് ഓരോ വാല്യൂ കൊടുത്തിട്ട് ആർ എന്ന് പറഞ്ഞ സെറ്റ് എഴുതുക. എന്നിട്ട് അതിൽ നോക്കിയാൽ മതി. ഏതാ ആവാത്ത? റിഫ്ലക്സീവ് ആണോ? ആരാടാ? ഇത് ക്ഷീണിച്ചു പോയാലാടാ പരീക്ഷ കഴിഞ്ഞപ്പോ? ഇല്ലേ? നീ ക്ഷീണിച്ചു പോയാലാടാ? പേപ്പർ കിട്ടിയാ? ഞാൻ അറിഞ്ഞ മാർക്ക് നീ പറയണ്ട. നീ പറ. 40 കിട്ടി. എത്ര കിട്ടി മാർക്ക്? അതിന് മോഡൽ, അതിന് ഉന്നത്തെ മറ്റേ ഫിസിക്സിന് കെമിസ്ട്രി ഒക്കെ ഉണ്ട്. അക്കിനെ കിട്ടിയിട്ടില്ലല്ലോ. നീ പറയില്ല. എന്ത് ഗിവൻ റിലേഷൻ എന്താ? ഈക്വൽ റിലേഷൻ ആണെന്ന് കാണിക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം എക്സിനും വൈക്കും
എക്സിന് ആദ്യം 1 എന്നിട്ട് കൊടുക്കാം, എന്നിട്ട് വൈയുടെ വാല്യൂ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓർഡർ പെയർ കിട്ടും നമുക്ക്. ഇനി റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? 1 3 ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? 3 1 ഉണ്ട്. അതാണ് റിഫ്ലെക്സീവ്. റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ 1 3 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. അപ്പൊ റിലേഷനിൽ അതൊന്നുമില്ല, അപ്പൊ റിഫ്ലെക്സീവ് അല്ലാതെ. പിന്നെ രണ്ടാമത് എന്താണ്? 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ടാവണം. 1 3 അവിടെ ഉണ്ട്, 3 1 ഇവിടെ ഇല്ല. അപ്പൊ അതെന്തല്ല? സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണെങ്കിലോ 1 3 ഉണ്ട്, 3 1 ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? 1 3 ഉണ്ട്, അല്ല 1 3 ഉണ്ട്, 3 2 ഉണ്ടെങ്കിൽ 1 2 ഉണ്ടാവണം. അതുമല്ല. അപ്പൊ എന്താ? ഗിവൻ റിലേഷൻ എന്തല്ല? ഈക്വൽ റിലേഷൻ അല്ല. മനസ്സിലായ അരുന്ധതി? എടാ അഭിര, അടുത്ത മറ്റേ ഫൈനൽ എക്സാം 46 മാർക്ക് മതിയാ നിനക്ക്, എടുത്തു വെക്കത്. അടുത്ത ക്വസ്റ്റ്യൻ, സെറ്റ് എ ഈസ് ഈക്വൽ ടു 1, അത് പറഞ്ഞല്ല എഴുതണ്ടല്ലോ. അടുത്തത് സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6. 1 2 3 4 5 6 റിലേഷൻ R equal to set of all ordered pair x comma y. Y is divisible by x. Y is divisible by x. അപ്പൊ ആദ്യം സെറ്റ് R ഡിഫൈൻ ചെയ്യാം. എങ്ങനെ സെറ്റ് R ഡിഫൈൻ ചെയ്യാനായിരുന്നത്? എക്സിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കാം, എന്നിട്ട് നോക്കാം. Y is divisible by x എന്നാ പറഞ്ഞേക്കണം. അപ്പൊ അത് മാത്രം എഴുതണം. y എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ 1,2 എടുക്കാം, കാരണം 2 1,1 1,2 1,3 എക്സെട്ര ഇട്ടാൽ 1,6. പിന്നെ 2,2 4 3,6 ഇല്ലല്ലോ. 5 6,6. അപ്പൊ 6 എഴുതി. ഇനി നോക്കിക്കേ, ഇനി ഇത് റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് ആണോ? 1,1 ഉണ്ട്, 2,2 ഉണ്ട്, 3,3 ഉണ്ട്, 4. റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക്ക് all x belongs to a x comma x belongs to R, which implies that R is reflexive. Reflexive ഏതാണ്? symmetric സിമെട്രിക് അല്ലല്ലോ. കിട്ടിയ മാത്സിന് എത്ര കിട്ടിയ? പെൺകുട്ടിയല്ല എങ്ങനെയാണ് പറയുന്നത്? അവന്മാർക്ക് പിന്നെ കുഴപ്പമില്ല, എന്തായാലും. ഇവനെ 21.5. എന്താണ്? നോട്ട് സിമെട്രിക്. ട്രാൻസിറ്റീവ് ആണോ? 1 3 1 2 ഉണ്ട്, 2 4 ഉണ്ട്, 1 4 ഉണ്ട്. അപ്പൊ എല്ലാത്തിലും നോക്കണത്. അതില് പേഴ്സ് ഉള്ള നോക്കി. ഇപ്പൊ 1 3 ഉണ്ട്, 3 വേറെ എന്തെങ്കിലും ഉണ്ടോ? 3 വെച്ചിട്ട് 1 6 ഉണ്ട്. എന്തില്? 1 6 അക്കിനെ സിമെട്രിക് ആണോ? അങ്ങനെ എഴുതിയാ മതി. മറ്റേതാവുമ്പത്തേക്കും 1 3 ഉണ്ട്, പിന്നെ 3 6 ഉണ്ട്, 1 6 ഉണ്ട്. അപ്പൊ the given relation is 1 3 belongs to R. And also which implies that
1 6 belongs to R, which implies that transitive. ഗൗരി അതാരാ? ഗൗരി ഗൗരി വന്നാ ആർ ഇസ് ട്രാൻസിറ്റീവ്. മനസ്സിലായോ അരുന്ധതി? ഓർമ്മ ഉണ്ടാവല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. നീ ഒന്നും എഴുതിയിട്ടില്ല അല്ലേ? ഓർമ്മയുണ്ടോ? അപ്പൊ ഈക്വൽ റിലേഷൻ ആണെങ്കിൽ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അടുത്ത ഫംഗ്ഷൻ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു എക്സസൈസ് ഫുൾ അങ്ങനത്തെയാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇട്ട് ചെയ്യുമ്പോൾ ചെയ്യാം. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷൻ എന്താ? സബ്സെറ്റ് ഓഫ് എന്താണ്? ആറിന്റെ തന്നെ സബ്സെറ്റ് ആണ് ഫംഗ്ഷൻ. പക്ഷെ ഒരു കണ്ടീഷൻ എന്താണത്? എന്താണ് കണ്ടീഷൻ? എടാ അവന്റെ ഫോണോട്ട് നോക്കാണ്ട് പറ. ഫംഗ്ഷന്റെ ഡെഫിനേഷൻ പറ. പഠിച്ചായിരുന്നില്ലേ? എന്താ അരുന്ധതി പറ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ. ഡിഫൈൻ ചെയ്താ മതി. അല്ല പറഞ്ഞാ മതി. എന്നാലും അതായത് 2 സെറ്റുകൾ ഉണ്ട്. അതില് ഓരോ സെറ്റിലും ഇവിടെ എന്താ A1 A2 A3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? ഫംഗ്ഷൻ ആണെങ്കിൽ എന്തായിരിക്കണം? എല്ലാത്തിനും എന്ത് വേണം? അവിടെ ഒരു ഇമേജ് വേണം. അങ്ങനെയുള്ളതിനെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ ഇസ് സെറ്റ് ടു ബി 1 1 1 ആയിരിക്കണമെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെയുള്ള ഓരോ ആൾക്കാർക്കും അവിടെ എന്ത് വേണം? യൂണീക്ക് ആയിട്ടുള്ള ഇമേജ് വേണം. എല്ലാത്തിനും ഇമേജ് ഉണ്ടെങ്കിലേ ഫംഗ്ഷൻ ആവുള്ളൂ. ഓരോന്നിനും യൂണീക്ക് ആണെങ്കിൽ അതിനെന്ത് പറയും? 1 1 ഫംഗ്ഷൻ എന്ന് പറയും. ഇനി ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിലോ ഓൺ ടുവിനെ സർജക്റ്റീവ് എന്നും പറയും. എന്താണ്? സെറ്റ് ബിയില് പ്രീ ഇമേജ്, അതായത് ഇവിടെയുള്ള എല്ലാത്തിനും എന്തുണ്ടാവണം? അവിടെ ഒരു പ്രീ ഇമേജ് വേണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, B1 B2 B3 B4 ഇത് സെറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താ? അതിന്റെ പറ കാരണം പറ. ഇതെന്താ ഫംഗ്ഷൻ അല്ല എന്ന് പറയാൻ കാരണം? ഇവിടെ അപ്പൊ ഇതാ അപ്പൊ ഇതിനാ ഇതന്നെയല്ല പഠിച്ച ഇതാ ഇത് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇത് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റുന്നത്? എന്താ? ഈ സൈഡിലെ എല്ലാത്തിനും എന്താ ഒറ്റ ഒരു ഇമേജ് ഉള്ളൂ. ഇവിടത്തിന് എല്ലാത്തിനും വേണമെന്നില്ല. ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും ഇവിടെ പ്രീ ഇമേജ് വേണമെങ്കിൽ അതെന്തായിരിക്കും? ഓൺ ടു ഫംഗ്ഷൻ. ഇത് ഓൺ ടു ഫംഗ്ഷൻ അല്ല അല്ലെ? അപ്പൊ അതാണ് ഫംഗ്ഷൻ. ഇനി ഫംഗ്ഷൻ 1 1 ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം f(x1) = f(x2) എന്ന് എടുത്തിട്ട് എന്ത് കാണിക്കണം? ലാസ്റ്റ് നമ്മൾ ചെയ്ത് വരുമ്പോ x1 = x2 എന്ന് കാണിക്കണം. ഇനി ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ എഴുതിക്കുക ഒരു ക്വസ്റ്റ്യൻ. Let f from n to n. Let f from n to n given by f(x) is equal to 2x. 2x. Show that the function is 1 1 but not on 2. Not on. എങ്ങനെ ചെയ്യും? f(x1) = f(x2) എന്ന് എടുക്കാം ആദ്യം. f(x1) എന്താ? f(x1) = 2x1. താക്കോല എടുത്ത് വെക്കാം അതിൻ്റെ ഉള്ളിൽ. വീട്ടിലെ താക്കോല ഇവിടെ വേണമെങ്കിൽ ഫാനങ്ങ നീക്കി വെച്ചോടാ. വേഗം ഭയങ്കര ചൂടല്ലേ ഇവിടെ? എടാ ഇവിടെ ആളുണ്ടോ? ഇവിടെ ആളുണ്ടോ? പോയില്ലേ ഇവര്?
ആണോ? അല്ല. പണിവെട്ടാന്ന് കിട്ടി. ഇനി ഓൺ ടു ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യണ്ട? അല്ല. അപ്പൊ x1 x ഈക്വൽ ടു കണ്ടുപിടിക്കാം. x ഈക്വൽ ടു കണ്ടുപിടിച്ച് അത് എവിടെ ഉണ്ടാന്ന് നോക്കണം. f(n)(2) എന്നാ നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പറിലോട്ടുള്ള ഫംഗ്ഷനാ. നമുക്ക് ഇവിടെ കിട്ടിയേക്കണ ഇമേജ് നോക്കിക്കേ, നീ y/2 ആണ്. ബിലോങ്സ് ടു ക്യാപിറ്റൽ N. അതിൽ എന്നിൽ ഇല്ലാത്ത കൊണ്ടിട്ടാണ് ഫംഗ്ഷൻ എന്തല്ല ഓൺ ടു ആണ് കിട്ടിയത്, ഓൺ ടു അല്ലാന്ന് കിട്ടിയത്. മനസ്സിലായ അഭിരാം? ഓൺ ടു അല്ലെന്ന് കണ്ടുപിടിക്കാം. y ഈക്വൽ ടു x എന്ന് കൊടുക്കാം. എന്നിട്ട് x ഈക്വൽ ടു y/2 എന്ന് നമുക്ക് കിട്ടി. ഇനി y/2 എന്ന് പറയുമ്പോ എന്തായിരിക്കും? നമ്മള് നാച്ചുറൽ നാച്ചുറൽ നമ്പറിലോട്ടാ. ഇതെന്ത് നമ്പർ? ഫ്രാക്ഷൻ അല്ലേ വന്നത്. അപ്പൊ അതുകൊണ്ട് അത് അതിന് ബിലോങ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അത് ഓൺ ടു അല്ലെന്ന് വന്നത് കേട്ടോ. അടുത്ത് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, f from R to R f of x is equal to 1/x. Prove that this function 1/x. Prove that the function is 1, 1 and on 2. കോമ്പോസിഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പഠിക്കാൻ. വൺവണ്ണാന്ന് കിട്ടിയില്ലേ? ഓൺ ടു ആണെന്ന് കണ്ടുപിടിക്കുന്ന പോലെ. ഓൺ ടു ആണെന്നുള്ള ഇത്. Prove that this function is given function is on to എന്ന് f of x is equal to 1/x is 1, 1 and on to ആണെന്ന് കാണിക്കാനാ പറഞ്ഞേക്കണം. and R is a set of നോൺ സീറോ റിയൽ നമ്പർ എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട്. R എന്ന് പറയുന്നത് നോൺ സീറോ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സാ. അപ്പൊ സീറോന്റെ അകത്ത് വരുന്നില്ല. അപ്പൊ എന്താ? ഓൺ ടു ആണ്. മനസ്സിലായോ ഓൺ ടുന്റെ? കോമ്പോസിഷൻ ഫംഗ്ഷൻ ഉള്ളല്ലേടാ? ഈ എക്സസൈസ് ഉണ്ടായിരുന്നോ 1.3? ബൈനറി ഓപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഓക്കെ. അടുത്ത ടോപ്പിക്ക് കോമ്പോസിഷൻ ഫംഗ്ഷൻ ആണ്. കോമ്പോസിഷൻ ഫംഗ്ഷൻ ഏതാണ് അറിയാം? ലെറ്റ് f from a to b, a എന്ന് ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ. f എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ നിന്ന് കൂടാ? എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ. ആൻഡ് g ഫ്രം എന്താ? g ഫ്രം ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പോസിഷൻ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ പറയാം? g കോമ്പോസിഷൻ f എന്ന് പറയുന്നതാണ് ഒരു കോമ്പോസിഷൻ ഫംഗ്ഷൻ. അത് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? എയിൽ നിന്ന് സിയിലോട്ടായിരിക്കും കോമ്പോസിഷൻ ഫംഗ്ഷൻ വരേണ്ടത്. മനസ്സിലായ? f എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ട്, g ബിയിൽ നിന്ന് സിയിലോട്ട്. അങ്ങനെയാണ് g കോമ്പോസിഷൻ f എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലോട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? അതായത് f of x is equal to, for example, f of x is equal to cos x. g of x is equal to 3x square. അങ്ങനെയാണെങ്കിൽ g കോമ്പോസിഷൻ f എന്ന് പറയുന്നത് എന്തായിരിക്കും? g കോമ്പോസിഷൻ f എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിന്റെ അകത്ത്
ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് ജിയിൽ കൊണ്ട് എന്തിട്ട് കൊടുക്കണം, എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കണം. അപ്പൊ ജി എന്താ ഇവിടെ 3x² അല്ലേ, അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് ആരെ ഇട്ട് കൊടുക്കണം നമ്മള്, കോസ് എക്സ് ഇട്ട് കൊടുക്കണം. അപ്പൊ എങ്ങനെ വരും, 3 × കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ വരും അല്ലെ, അത് 3 cos² എക്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി എന്ന് കണ്ടുപിടിച്ചേ. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പൊ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കും. അപ്പൊ അതില് എന്ത് ചെയ്യണം, കോസ് എക്സിന്റെ അവിടെ കൊണ്ട് എക്സിന്റെ സ്ഥാനത്ത് 3x². എന്ത് വരും അപ്പൊ, കോസ് ഓഫ് 3x². മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പറയാനുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാം ഇട്ട് നോക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കല്ലോ, എന്നിട്ട് ഇതിന്നൊരു എക്സാം ഇടാൻ വേണ്ടി, ഈ ചാപ്റ്ററിന് ഫുൾ എക്സാം ഇടാൻ വേണ്ടിട്ടാ. അതിപ്പോ തന്നെ ഞാൻ നോക്കി തരാം പേപ്പർ. അതൊന്നും വേണ്ട, ഇപ്പൊ സമയമില്ല. അപ്പൊ അതൊക്കെ എവിടെ പോയി എന്റെ എല്ലാവരും വേണമെങ്കിൽ എടുത്തോ. നോക്കാം ചാപ്റ്റർ ഫുൾ ഒന്ന് നോക്കിക്കേ. അത് ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഇടും ക്വസ്റ്റ്യൻ, അതല്ലേ. ആ ഫംഗ്ഷൻ എന്താണ്, 1 ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു എന്താണ്, റിഫ്ലെക്സീവ് എന്താണ്, ഡിഫൈൻ ചെയ്യണ്ട, പ്രോബ്ലം മാത്രം. കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്താണ്, അത് എവിടെ കിടക്കണം, അതിൻ്റെ അതല്ല എവിടെയൊന്ന് കാണിച്ചു തരാമോ. ബൈനറി ഓപ്പറേഷൻ ആണോ അതാ, ഇക്വാലൻസ് റിലേഷൻ ആണോ, ഇക്വലൻ ക്ലാസ്സാ. ഫോൺ എടുത്ത് വെച്ചടാ. എല്ലാ എലമെന്റ്സും അതല്ലേ. ഡെഫിനിഷൻ ഇതാണോ, relation x, y, x plus y equal to 5. അതാണ് relation. Equivalence class of AB3 such that next ചോദിക്കുന്ന വെച്ചാൽ x plus 3 equal to 5, x ന് ഏതൊക്കെ വാല്യൂസ് വരാൻ പറ്റും, അങ്ങനെ മനസ്സിലായില്ല. അതായത് x plus y equal to 5 ഒരു റിലേഷൻ, x plus y equal to 5. അപ്പൊ x ന് ഏതൊക്കെ വാല്യൂ വരാം, ഇക്വലൻസ് ക്ലാസ് വെച്ചാൽ ഏതെങ്കിലും y-ന് പകരം ഏതെങ്കിലും നമ്പർ തരുമോ, ഇപ്പോൾ 3 y equal to 3, x ന് ഏതൊക്കെ വാല്യൂസ് വരാൻ പറ്റും. അതായത് x plus 3 equal to 5 ആണെങ്കിൽ x ന് ഇക്വലൻസ് ക്ലാസ് 3 equal to എന്താ വാല്യൂ വരാൻ. ഓ അതാണ് മനസ്സിലായ. അതായത് x plus y equal to അല്ല മൈനസും വരാമല്ലോ. ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്, റിയൽ നമ്പേഴ്സ് ആണെങ്കിലോ മൈനസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ x plus 3 equal to 5 ആണെങ്കിൽ എക്സിന് വരുന്ന വാല്യൂസ് ആണ് എന്ത്, ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറയുന്നത് കേട്ടോ. എന്നാ ടെക്സ്റ്റ് ആർക്കും
കഴിഞ്ഞോ? എന്തെങ്കിലും കാണിച്ചിരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ എഴുതണമെന്നില്ല കേട്ടോ. ഇതാടാ ആർ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അതൊന്നും എനിക്കറിയില്ല, ചെയ്തോ. ആർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് ഇല്ലേ നിങ്ങൾക്ക്? ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻ പ്രൂവ് അല്ല. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ നിന്ന് പി ആണെങ്കിൽ ബിയിൽ നിന്ന് പേയിലോട്ടുള്ള ഫംഗ്ഷൻ. അല്ല, ആറ് വന്നിട്ടുണ്ടല്ലോ. ഇൻവേഴ്സ് പഠിപ്പിച്ചിട്ടില്ലേ നിങ്ങളാ? ഇൻവേഴ്സ് ഉണ്ടല്ലോ പേര് ടെക്സ്റ്റില്. പ്രൂവ് ചെയ്യാനാ? ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ തിരിച്ചുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ബിയിൽ നിന്ന് എയിലോട്ടുള്ള ഫംഗ്ഷൻ. കേട്ടോ? അത്രേ ഉള്ളൂ. അപ്പുറത്തോട്ട് പോയാലോ? അത് തന്നെ. അപ്പൊ റിലേഷൻ എഴുതുമ്പോ തിരിച്ചു കഴിഞ്ഞാൽ 3,1 5,1 1,2 ഓർഡർ പെയർ. വേണ്ട, ഫൈൻഡ് ആർ ഇൻവേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. കാണും. ഏതാ? ഇതാണോ? അങ്ങനെ ചെക്ക് വെദർ. ചെക്ക് വെദർ ആണ്. ചെക്ക് വെദർ.
അതിനാ ഉറങ്ങണേണോ? ആലോചിക്കണേണോ? ഏ പ്രൂഫൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന് നിങ്ങൾക്ക്? അതായത് ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് വാല്യൂ നമ്പേഴ്സ് തരാണ്ട് അല്ല ജനറലൈസ് ചെയ്തിട്ടുള്ള ചോദിക്കാറുണ്ടോ? താഴെ ഫോണാടാ, ഇങ്ങോട്ട് വെച്ചോട്ടെ.
അറിയാവുന്ന ക്വസ്റ്റിനൊക്കെ ആദ്യം ചെയ്യും കേട്ടോ. അഭിര എക്സാമിന് അറിയാവുന്ന ക്വസ്റ്റിനൊക്കെ ആദ്യം മൂവ് ചെയ്തോളാം കേട്ടോ. അങ്ങനെ തന്നെ ചെയ്യാറ്. സ്റ്റെക്ക് ആവുന്ന പേടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ളത് മാത്രം ആദ്യം ചെയ്യാം. കാരണം ചില നോക്കണ ചില ടീച്ചർമാരെ ഫസ്റ്റ് നിങ്ങൾ എല്ലാം ശരിയാക്കുമ്പോൾ അടിയിലോട്ടൊന്നും നോക്കാണ്ട് തന്നെ ശരിയാന്ന് വിചാരിക്കും. അങ്ങനെ മാർക്ക് വീഴും ചിലർക്ക്. ഇന്റഗ്രേഷനിൽ ഒന്നും ചെയ്യാണ്ടിരിക്കരുത്. അപ്പൊ തന്നെ മനസ്സിലാവും ഇവൻ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടില്ല. അത് അവര് ബോധ്യപ്പെടുത്തരുതെന്ന് മനസ്സിലായ. അപ്പൊ ഇന്റഗ്രേഷനിൽ എളുപ്പമുള്ള ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫസ്റ്റ് ചെയ്യാവുണ്ട്. ഇന്റഗ്രേഷൻ ആദ്യം ചെയ്യണമെങ്കിൽ അവൻ ബുദ്ധിമാനാന്ന് അർത്ഥം. ഇന്റഗ്രേഷനിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള 2 മാർക്കല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ മൊത്തം വെയിറ്റേജ് പോകില്ല നിങ്ങളുടെ ചാപ്റ്ററിൽ. റെഡ് ഇങ്ക് ഉണ്ടോ? റെഡ് ഇങ്ക് മാർക്കറല്ല, പെൻ. എന്താണ് കഴിഞ്ഞ? Concept 1. കഴിഞ്ഞോ?
ലാസ്റ്റ് വൺ ഇതാണോ? തേർഡ് വൺ. ചെക്ക് whether R is defined on R equivalent relation. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അല്ല. പക്ഷെ അത് ചെയ്യാണ്ടിരിക്കരുത്. റിഫ്ലെക്സീവ് അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യരുത്. ട്രാൻസിറ്റീവ് അല്ലെന്നും കാണിക്കണം, ഇതൊന്നും കാണിക്കണം. സെക്കൻഡ് കഴിഞ്ഞാടാ. എന്താണ് എഫ് ഓഫ് എക്സ്? എക്സിന്റെ സ്ഥാനത്ത് ആരെ കൊണ്ടിട്ട് കൊടുക്കണം? ആ ഗിവൻ ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോകും. ആ മനസ്സിലായ? എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് ഇതുണ്ട്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഫംഗ്ഷൻ എവിടെ? എഫ് ഓഫ് എക്സ് എഴുതിയത്. ഈ എക്സിന്റെ സ്ഥാനത്ത് ഈ മൊത്തം ഫംഗ്ഷൻ പിന്നെ എഴുതുള്ളൂ. പിന്നെ മറ്റേ 3x അവിടെയും കൊണ്ടിട്ടുള്ളൂ. അതിലേക്ക് മനസ്സിലായോ? പ്രൂഫാണത്. ഷോ ദാറ്റ് എഫ് പ്ലസ് ജി ഓഫ് കോമ്പോസിഷൻ എഫ്, ഓ എന്ന് പറയുന്ന കോമ്പോസിഷനാ, എച്ച് ഇസ് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ എച്ച് ഇസ് ഈക്വൽ ടു ജി നമ്പർ ഇല്ല, പ്രൂഫ് അല്ലേ ഇത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുത്ത എഫ് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താ? എഫ് പ്ലസ് ജി ഓഫ് എച്ച് ഓഫ് എക്സ്, അങ്ങനെയല്ലേ? ഇങ്ങനെയാണ് ബുക്ക്. അതായത് നമ്മൾ സാധാരണ അത് വെച്ചിട്ട് ഒരു ഹിന്ദി പോലെ വന്നാണ്. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നല്ലേ എഴുതണത്. ഇതുപോലെ എഫ് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് ജി ഓഫ് എച്ച് ഓഫ് എക്സ്. എന്നിട്ട് ബ്രാക്കറ്റുകളൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കും. കോമ്പോസിഷൻ എന്താ ഓപ്പൺ ചെയ്യാൻ? എന്താ കാണിക്കേണ്ടത് അത് നോക്കാം, എന്നിട്ട് ചെയ്യും. ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാ, ഒരു എക്സസൈസിൽ. ആ മറ്റേത് ഇൻറ്റു ആ ഡോട്ട് അല്ലേ? എടാ അതങ്ങനെ ആ ഡെഫിനിഷൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. കോമ്പോസിഷന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ആ മറ്റേത് കാണിച്ചു കൊടുക്കണേ. നീ ചെയ്തത് കാണിച്ചു കൊടുക്കണ്ട, ഞാൻ എഴുതി കാണിച്ചു. കോമ്പോസിഷന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് അങ്ങ് പ്രൂവ് ചെയ്താൽ മതി. അതായത് എഫ് കോമ്പോസിഷൻ ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാ. ആ വേണ്ട, കൈ നീക്കണ്ട. എവിടെയാണ് ആൻസേഴ്സ് ഉള്ളത്? ഇതിന്റെ എപ്പുറത്ത് ഇതാണ് ആൻസർ. എന്നെടുത്തതാ. അങ്ങനെ നോക്കുന്ന ചെയ്യും, അങ്ങോട്ട് നോക്കുന്ന ചെയ്യാൻ. F composition
അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് ജി ഓഫ് എച്ച് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം. ആ ഇനി അത് സ്പ്ലിറ്റ് ചെയ്താൽ മതി. ആ ഒരു ബോധമില്ലാത്തവർക്ക് കിട്ടോടെ പറ്റുന്നത്. ഞാൻ അവളെ പറഞ്ഞല്ല, അത് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് ഓപ്പൺ ചെയ്താൽ മതി. ആ ഫംഗ്ഷൻ ചെയ്യാലോ, അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കോമ്പോസിഷൻ എടുത്ത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. +1 +1 ഫംഗ്ഷൻ പഠിക്കാൻ. എവിടെ? ഇവിടെയാണോ? ആ റിഫ്ലക്സീവ് ആണെന്നാണ്. ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് അല്ലെന്ന് മാത്രമാണ് കാണിച്ചത്. റിഫ്ലക്സീവ് ആണെന്നൊന്നും കാണിച്ചില്ലേ? അത് കാണിക്കണം കേട്ടോ. ആ കാണിക്കണം, അല്ലാണ്ട് പിന്നെ വെറുതെ എഴുതിയാന്ന് വിചാരിച്ച. കാസ്റ്റോണ് ചെയ്ത് കിട്ടും. ചെയ്തു നോക്കാം. കാസ്റ്റോണ് ചെയ്തില്ലേ? അവന്റെ നോക്കിയതാണല്ലോ പറഞ്ഞ, ചെയ്യാനാ പറഞ്ഞ. അത് നിന്റെ അടിയിലിരിക്കണ നോക്കിട്ട് തുടങ്ങി. ഇത് അവന്റെ ഇടാ. മറ്റേ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് 2 ഉണ്ട്. അത് ചെയ്താ നീ എടുക്കണം. അത് ചെയ്യും. ബാക്കിയൊന്നും ചെയ്തില്ല. ഇത്ര ചെയ്തല്ല നീ? ഇത്ര ചെയ്തല്ല? ലാസ്റ്റ് 1 ചെയ്തേ. ലാസ്റ്റ് 1 ചെയ്തേ. പ്രൂവ് ചെയ്ത് നോക്കി. ഇതാരുടെടാ? നിന്റെയൊക്കെ പേപ്പർ നോക്കണവരെ തല്ലിക്കൊല്ലണം ആദ്യം. ഇതൊക്കെ നോക്കി എങ്ങനെ മനസ്സിലാക്കണം? ഇതാണോ റിലാക്സ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ നീ ധൃതി പിടിച്ച് ചെയ്തിട്ട് എന്തായിരിക്കും അവസ്ഥ?
നീ ജിമ്മിൽ പോകണ്ടാടാ? പിന്നെ എന്തിനാ വന്നിട്ടുണ്ടായിരുന്നല്ലോ? ആണോ? ഇംഗ്ലീഷ് എക്സാം ആ എക്സ്പാൻഡ് ചെയ്തിട്ട് ആ അത് ആ നോക്ക്, നീ തന്നെ തന്നെ നിന്നെ ഞാൻ ചെയ്യും. അടുത്തത് കഴിഞ്ഞോ? നിന്റെ കഴിഞ്ഞാടാ? ആര് ട്രാൻസിറ്റീവ് എന്നാണ് കിട്ടിയത്? എന്റെ സെക്കൻഡ് വൺ ആറ് ട്രാൻസിറ്റീവ് ആണെന്നാണ് കിട്ടിയത്. അല്ലാന്നാണോ കിട്ടിയത്? അതൊന്ന് ശരിയാക്കി. മധുര ഹാൻഡ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന? എവിടെ? നീ അതൊന്നുകൂടി ചെയ്യും, എന്നിട്ട് ഞാൻ പറയാൻ ആൻസർ. നീ എവിടെ ചെയ്തടാ ഇത്? എവിടെന്നാ തുടങ്ങണേ? ഇത് ഇതാണോ? ഇതൊന്ന് ചെയ്തേടാ, ആ എക്സ്പാൻഡ് ചെയ്തത്. എല്ലാരും തെറ്റിച്ചല്ലോ. ഇതാരുടെ? ഇത് നിന്റെ? ഇത് അരുന്ധതി എവിടെ ആൻസർ? ആ ഇതാണോ? ഇങ്ങോട്ടാ? പക്ഷെ ഒരു സെക്കൻഡ് വൺ അല്ലടാ ഇത്. ആ അതും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ആകത്തോട്ടു. 7th വൺ അല്ലേ? സെക്കൻഡ് വൺ എന്താ? അത് ശരിയല്ലേ? നിന്റെ അത് ശരിയല്ലേ? അത് ഓരോ എലമെന്റ് എടുത്ത് കാണിച്ചാൽ മതി. ആദ്യം റിലേഷൻ എഴുതുക, ഓർഡർഡ് പെയർ ആക്കി എഴുതുക.
കിട്ടിയാ തെറ്റാണ് കിട്ടിയേക്കണം. ഇത് നോട്ട് ഈക്വൽ റിലേഷൻ ആ അത് എനിക്ക് മാർക്ക് വരാം. എന്നിട്ട് അങ്ങനെ നോക്കാം. 7th തന്നെ ഏ 9x പ്ലസ് 6 ആ നോക്കട്ടെ, ഞാൻ നോക്കാവേ. എടാ ഞാൻ എടാ അവളെ വിളിച്ച പേരെന്താ? ആശ എന്നാ പേര്. ആറിങ്ങനെ റിഫ്ലെക്സീവ് ആകുമ്പോ 1 അല്ലേ നീ എടുത്തത്? 2 എടുത്ത് നോക്കാം. 2 എടുക്കുമ്പോ എന്താ 2 2 ക്യൂബ് വരുന്നുണ്ടോ? എല്ലാ കേസും രണ്ടെണ്ണം എടുത്ത് നോക്കണം. 1 മാത്രം നോക്കരുത് കേട്ടോ. അപ്പൊ അത് റിഫ്ലെക്സീവ് അല്ല കേട്ടോ. റിഫ്ലെക്സീവ് അല്ല, സിമിട്രിക്കും അല്ല. അത് സിമിട്രിക്കാണ് കിട്ടിയ. സിമിട്രിക്കും അല്ല. 2 3 എടുക്കുമ്പോ എന്ത് വരും? ഇക്വേഷൻ എന്താ പറഞ്ഞത്? 2 ≤ 3. ഇനി 3 ≤ 2 ക്യൂബ്. അത് എല്ലാത്തിലും സിമിട്രിക് അല്ല എന്നുള്ള എഴുതിക്കണം. 3 ക്യൂബ്. ആ 3 ക്യൂബ്. പിന്നെ ചില വലിയ നമ്പേഴ്സ് വരുമ്പോ നോക്കിക്കേ. ഇപ്പോ 3,1 ആ 2,1 നോക്കിക്കേ. 1,2 അത് ഓക്കെ. 2,1 വരുമ്പോ ആ അപ്പൊ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി കൺസിഡർ ചെയ്യണം കേട്ടോ. കുറെ നേരമായി വന്നിട്ട് നോക്കട്ടെ. x⁴ -6x -2x മറ്റേ എത്രയായിട്ട് g of f എന്താ കിട്ടിയ? f of g രണ്ടും ഒന്നും കിട്ടിയോ? അതെങ്ങനെ നോക്ക്? g of f എന്ന് പറയുമ്പോ എന്താ? ആ അപ്പൊ 8x. ഓക്കെ. ഇതിലാ അതിലും 8x³ കൊണ്ട് ആ എക്സിൽ അവിടെ കൊണ്ട് x⁴1/3 ഇല്ലേ? ഇത് നോക്കൂ. f of g ഓക്കെ. മറ്റേത് നോക്കിക്കേ. 8x³ ആ റേസ് ആ ഇവിടെ x³ എന്ന് പറയുന്നത് എന്താവും? ആ 2x ആ വരുന്നത്. അതായത് 8x³ ഹോൾ റേസ് ടു 1/3. അപ്പൊ ഇത് എന്താവും? x³ × 1/3 എന്നുള്ളത് നമുക്ക് x എഴുതാം. 3 കട്ട് ആയി 8⁻1/3 8⁻1/3 ചെയ്യും. 8⁻1/3 എന്ന് പറയുമ്പോ 8ന്റെ ക്യൂബിക് റൂട്ട് എന്ന് പറയുന്നത് 2. മനസ്സിലായി? അത് ആ 2x കേട്ടോ. ഇതെനിക്കറിയില്ല. അതെന്ന് വെച്ചാ ഇതാണ് f of x. ആ f of x പിന്നെ f of x ഇട്ട് കൊടുക്കുക. അതിൽ ഓരോ എക്സിലും എന്ത് ചെയ്യുക? f of x ഇട്ട് കൊടുക്കുക. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. സ്ക്വയർ ആ സ്ക്വയർ. x-3 അല്ലേ നമുക്ക്? ഇങ്ങനല്ലേ വന്നത്? അതിനെ നിങ്ങൾ വെറുതെ സ്ക്വയർ എടുത്താൽ x² ഹോൾ സ്ക്വയർ x⁴ -3x സ്ക്വയർ എടുക്കുമ്പോൾ 3ന്റെ സ്ക്വയർ എടുക്കാൻ അങ്ങനെ എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ അതിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഇതിങ്ങനെ സ്ക്വയർ എടുത്തിട്ട് പിന്നെ
ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ആകത്തുള്ളൂ കേട്ടോ. അതൊന്ന് ചെയ്തിട്ട് കാണിക്കണേ. ഇത് കിട്ടിയാ അത് എഴുതി കാണിക്കണേ. അരുന്ധതിയുടെ എവിടെ? ഇത് നിനക്ക് രണ്ടാമത് കിട്ടിയതാണോ? ഇതെന്താ തെറ്റ് പറ്റിയത്? ഗൗരി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ടെൻ ക്യൂബ് ഒക്കെ ഇട്ട് നോക്കിയല്ലേ. ഗൗരി എന്ത് വെച്ച് വരാണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ? നേരത്തെ വരുമായിരുന്നു അവൻ? എന്ത് പറ്റിയവന്? അരുന്ധതിയുടെ ഇതൊക്കെ 8x. ഇതൊക്കെ ഇവിടെ 8 1/2, അതായത് 8ന്റെ ക്യൂബിക് റൂട്ട് എടുക്കണം. ഇവിടെ ഈ 8⁻1/3 കൂടെ ഉണ്ട്. ആ 8⁻1/3 എന്താ? 2 കേട്ടോ. ഇവിടെ സ്ക്വയർ ആയിരുന്നെങ്കിലോ? അല്ല, സ്ക്വയർ ആണെങ്കിൽ 1 1 ആന്ന് പറയാൻ പറ്റുമോ? f of x is equal to x സ്ക്വയർ ആണെങ്കിൽ 1 1 ആണെങ്കിൽ f of x is equal to x സ്ക്വയർ ആണെങ്കിൽ കാരണം എന്താ? n2 എന്താണെങ്കിലോ? n2 എന്താണെങ്കിലോ കേട്ടാ. ഫംഗ്ഷൻ n2 എന്താണെങ്കിൽ 1 1 ആയിരിക്കും. അല്ല, x ക്യൂബ് x1 1 വേറൊരു ക്വസ്റ്റൻ എഴുതിയില്ലല്ലോ. നോട്ട് സിമെട്രിക് നോട്ട് R2 R ആയിരുന്നില്ലേ ഫംഗ്ഷൻ? ആ ചാപ്റ്റർ ഫുള്ള് നോക്കിയിട്ട് പഠിക്കട്ടാ. ഓരോ ചാപ്റ്റർ വെച്ച് റിവൈസ് ചെയ്യും. അടുത്ത മോഡൽ എക്സാമിന് മാർക്ക് ഹൈ മേടിക്കണ പോലെ ഇപ്രാവശ്യം എന്തായാലും കിട്ടുമല്ലോ നല്ല മാർക്ക്. ഇല്ലടാ, അവർക്ക് വയ്യാണ്ടായിട്ടാ. ഇതാരുടെ നോക്കാം? ഇതാരുടെ? ആ വരണം ബാ. പിന്നെ അതേക്ക് മറ്റുള്ള കുറച്ച് പാടാം. എവിടെ നിന്ന് തുടങ്ങണം? എക്സാമ്പിളിട്ട് കാണിക്കണേ കേട്ടോ. ജനറലൈസ് ട്രൂ ആണെങ്കിൽ മാത്രമേ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഇട്ട്. എടാ കേട്ടാ, ഈ 1 1 ആണോ ഈ റിഫ്ലെക്സീവ് ആണെന്നൊക്കെ കാണിക്കില്ലേ നമ്മള്? അത് ട്രൂ ആണെങ്കിൽ നിങ്ങൾ a, എന്നിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് കാണിക്കണം കേട്ടോ. ട്രൂ ആവാൻ പറ്റില്ല, ഫോൾസ് ആണ് കാണിക്കുന്നത്. എക്സാമ്പിൾ ഇട്ട് കാണിക്കണം. റിഫ്ലെക്സിങ് ട്രാൻസിറ്റീവ് ആണ്. സിമെട്രിക് ആണാടാ. അപ്പൊ നോക്കിക്കേ, 1,2 അല്ലേ? അപ്പൊ 2,1 പിന്നല്ലാണ്ട് നോക്കണേ. 1,2 വേണ്ടെങ്കിൽ 2,1 വേണ്ടേ? സിമെട്രിക് അല്ലേ ഇത്? ചെക്ക് വെദർ എന്ന് പറഞ്ഞ എഴുതിയേക്കണം. എവിടെ? അതാരെ? ഇതാരെ എക്സ്പാൻഡ് ചെയ്യും? എടാ, ഇത് എക്സ്പാൻഡ് ചെയ്യണം. എന്നാ പിന്നെ അവർക്ക് ഇങ്ങനെ എഴുതി വെച്ച ഇതങ്ങനെ എഴുതി വെച്ചാ പോരെ?
ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കട്ടെ. ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിലോ 1 1 ആണോ? എഫ് ഫ്രം എൻ ടു എൻ ആണോ? എടാ എഫ് ഫ്രം എൻ ടു എൻ. ഇതായത്